ഒരു കാര്യം പറയട്ടെ, നീ തന്നെ ഈ ഇന്റർവ്യൂ എടുക്കുന്ന മുമ്പ് എൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ എനിക്ക് മനസ്സ് ഭയങ്കര സങ്കടമായുണ്ട് ചേട്ടാ, ചേട്ടന് പേഴ്സണലായിട്ട് അറിയാം, മോളി ചേച്ചിയെ കുറിച്ച് എന്താ ചേട്ടാ അഭിപ്രായം, നീ എൻ്റെ അടുത്ത് ചോദിച്ചു. വിടത്തില്ല ബാലചേട്ടാ. കാരണം മോളി ചേച്ചി മലയാള സിനിമയിൽ കൊടുത്ത ക്യാരക്ടർ എന്ന് പറയുന്നത് ചെറുതല്ല. ആ ചേച്ചിക്ക് ഒരു അസുഖം വന്നപ്പം ആരും തിരിഞ്ഞു നോക്കാത്തടത്തോളം ഒരു നടൻ നോക്കി, ഒറ്റ പേര് ബാല. ഇല്ല, അതിൽ ഉള്ള ഒരു സത്യം ഇന്ന് ഞാൻ തുറന്നു പറയാണ്, കാണാറ് ചെയ്യാനല്ല, സത്യം തുറന്നു പറയാണ്. ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ റൂമിൽ വന്നു, മാസീവ് റിക്കവറിയുടെ, അതായത് ഒരു ദിവസം ഞാൻ അത്ഭുതം കണ്ടുകൊണ്ടിരിക്കുക. 14ാമത് ദിവസം ഞാൻ പുറത്ത് വരുന്നുണ്ട്. എവിടെ നടക്കും? ഐസിയുലേருந்து 5th ഡേ എന്നെ ഇറക്കി വിടുന്നുണ്ട്. പൊയ്ക്കോന്ന് പറയുന്നു. ഇത് നടക്കുന്നില്ല. ഞാൻ വന്ന് എൻ്റെ മൊബൈൽ എൻ്റെ കയ്യിലില്ല. എല്ലാം വന്ന ശേഷം മൊബൈൽ ഇപ്പം വേണ്ടെന്ന് പറയാം. ഞാൻ വിചാരിച്ചു ഇവരൊക്കെ ഒരു നന്ദിയോടെ ഇരിക്കും. ഞാൻ വീഡിയോ കണ്ടപ്പോൾ, ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. എന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവരെ ഞാൻ ഒരു പ്രോഗ്രാമിൽ കണ്ടു. മോളി ചേച്ചി എൻ്റെ അടുത്ത് ഇവിടെ നിൽക്കുന്നു. ഞാൻ മൈക്കിൽ ഞാൻ അപ്പം തുറന്ന് പറഞ്ഞവർ, ചേച്ചി സുഖാരിക്കുന്നുണ്ടോ? സുഖാരിക്കും. ചത്തുപോകുമെന്ന് വിചാരിച്ചില്ലേ? ഇത്രേ പറഞ്ഞു. ചത്തിട്ടില്ല, ജീവനോട്. ബാല മരിക്കാൻ കുറേ ആളുകൾ ആഗ്രഹിച്ചിരുന്നോ? കുറേ പേരുണ്ട്. ആഗ്രഹിച്ചിരുന്നു. കാശിന് വേണ്ടി. അതിനു വേണ്ടിയാണ് സ്നേഹത്തോടെ വന്ന് കാണാൻ വന്നത്. അതെനിക്ക് തീർച്ചയായിട്ടും അറിയാം. തിരിച്ചടിച്ചല്ലേ എന്തൊക്കെ അവർ അന്വേഷിക്കുന്നവരെ എനിക്കറിയാം. അങ്ങനൊന്നും നടക്കത്തില്ല. അങ്ങനൊന്നും മരിക്കുന്നവനല്ലടാ. അങ്ങനൊന്നും നടക്കത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, മോളി ചേച്ചിയിലോട്ട് വരുമ്പം മോളി ചേച്ചി സഹായിച്ചത് ഏത് നിലയിലായിരുന്നു? எனக்கு ஒரு ஃபோன் கால் இதே சோஃபாவில் இப்படி உட்காந்துருக்கு. இங்கே இந்த கேமராக்கு பின்னாடி டிவி இருக்குது. டிவி கொண்டு வந்துருக்கும்போது எனக்கு ஒரு ஃபோன் கால். ചേട്ടാ ഞാൻ ചേച്ചിയോட മോനാണ്. என்னப்பா? ചേട്ടാ இப்போ ஹாஸ்பிட்டலில் பில்லடிக்க காசு இல்லை. நீ எங்கே இருக்க? இந்த பாலாறுவிட்டம் தான் என் வீடு. இங்கே வா. இந்த கார்னரில் இருந்தான். அப்படியே நடந்து வந்துட்டான். നടന്നു വന്നവനക്ക് ഞാൻ 10,000 കൊടുത്തപ്പാ പോയി ഫീസ്. ഇത് പാവമാ? പാവമല്ല, ഇതൊരു സഹായമാ. അപ്പോഴും ഞാൻ സിനിമയിൽ അഭിനയിച്ച വ്യക്തിക്ക് വേറെ ഒരു നടന്മാരും സഹായിച്ചില്ല. നീ കേട്ട 10 മിനിറ്റുക്കുള്ള ഞാൻ 10,000 രൂപ എടുത്ത് കൊടുக்குறேன். இது பாவமா? திருப்பி நீ வர மெடிசன் காசு கேட்குற கொடுக்குறேன். திருப்பி வர ஸ்கேன் காசு கேட்குற கொடுக்குறேன். திருப்பி நீ வர ஹாஸ்பிட்டலில் கன்செஷன் நான் பேசிக்கிறேன்டா, கன்செஷன் പിടിക്കണ്ടാണ്. ഞാൻ കൊലാപ്സ് ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, ഞങ്ങളുടെ വീട് ജപ്തി. ഒരു യൂട്യൂബ് ബ്ലോഗർ, അദ്ദേഹത്തിൻ്റെ പേരറിയില്ല, വെളുത്തിട്ട് ഒരു യൂട്യൂബ് ബ്ലോഗർ അന്തസ്ഥായിട്ട് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എവിടെ ഉണ്ടായാലും ബഹുമാനമുണ്ട് കേട്ടോ. അവരുടെ ഇൻ്റർവ്യൂവിൽ തന്നെ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. 2 മക്കൾ ആൺകുട്ടികൾ, പിന്നെ 2 മരുമക്കൾ, മൊത്തം ആണുങ്ങളുടെ കണക്ക് പറയുന്നു. ആണുങ്ങൾക്ക് 5 ലക്ഷം രൂപ അടയ്ക്കാൻ പറ്റില്ല ജപ്തിയുള്ള വീട്. ഒരു സ്വന്തം മകൻ, ഞാൻ ഇപ്പോഴും ഒരേ ഒരു കാര്യം, അവനെ ഞാൻ കണ്ടാൽ എന്ന വയസ്സ് അവനക്ക് അവനക്ക് ക്യാൻസറാ, കാല് വയ്യാവാ, ദേഹത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാ? നല്ല തടിയണല്ലേ, ഒരു പ്രശ്നമില്ല. സ്വന്തം മകൻ, അമ്മ ഈ പ്രായത്തിലും മോളി ചേച്ചി കഷ്ടപ്പെട്ട് ഈ അസുഖത്തിലും കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ സ്വന്തം മകൻ 4 പേരെടുത്ത് കാശ് ചോദിച്ചുകൊണ്ടിരിക്കുക. അവൻ ആരോഗ്യമുണ്ട്, പണിയാൻ നല്ല ആരോഗ്യമുണ്ട്. ആ വീട്ടിൽ കണ്ടല്ലോ ഇത്രയും തടിച്ചിട്ട് ഇങ്ങനെയൊക്കെ കണ്ടിട്ട് വളരെ സിമ്പിളായിട്ട്. ഭക്ഷണത്തിന് പോലും കഷ്ടമാണെന്നൊക്കെ പറയുന്നത്. അപ്പോഴും ബാല എന്ന നടൻ സഹായിക്കാൻ കാരണം എന്താ? അപ്പോൾ ഞാൻ ചേച്ചിയെടുത്ത് വളരെ 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 ഗണ്യമായിട്ട് ഒരു ചോദ്യം ചോദിക്കുക. സ്വന്തം മകനുക്ക് പണിയെടുത്ത് അമ്മയെ പോലും നോക്കുന്നില്ല. ഞാൻ തമിഴ്നാട്ടിലേന്ത് വന്ന് நீங்கள் கேட்ட காசை விட நான் உங்களுக்கு തന്നിരിക്കேன். ഏത് രീതിയിൽ എന്നെ കുറ്റപ്പെടുത്തി എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ ചോദിച്ച കാലം ഞാൻ കൂടുതൽ കാശും കൊടുത്ത് ഞാൻ മരണത്തെ പോയി ഫേസ് பண்ணிட்டுருக்கும்போது എന്ത് മനസാക്ഷി, എന്ത് കൺസെപ്റ്റിലാണ് എന്നെ കുറ്റം പറഞ്ഞത്? ഇവർ കുറ്റം പറയുമ്പോൾ ബാല മരിക്കുമെന്ന് ഇവർ വിചാരിച്ചിരുന്നല്ലേ? ആയിരിക്കും. പക്ഷേ തിരിച്ചു വന്നാൽ ചോദിക്കുമല്ലേ? ചോദിച്ചില്ല. ഇപ്പം നമുക്കത് വിടാം. അവരൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, പിന്നെ വന്ന് പറഞ്ഞു
സിനിമയിൽ ബാലൻ സഹായിച്ചതെന്ന് അവർ പറഞ്ഞു. ഓക്കെ, പക്ഷേ മോളി ചേച്ചിക്ക് ഇനിയും കുറേ പടങ്ങൾ അഭിനയിക്കണം, നന്നായിരിക്കണം. പക്ഷേ അവരുടെ മകൻക്ക് എൻ്റെ ഭാഗത്തിലിരുന്ന് ഒരു മാപ്പില്ല. മാപ്പ് കൊടുക്കത്തില്ലേ? അല്ല, ഞാൻ കൊടുക്കില്ല. ഞാനല്ല, അറിവുള്ള ആരും കൊടുക്കത്തില്ല. പോയി പണിയെടുക്കാൻ പറയാം.